ടൈയിങ് ദ നോട്ട്, കെട്ടുക, കെട്ടുക എന്നീ അർത്ഥത്തിൽ എന്നീ മലയാളത്തിൽ വരുന്ന ഒരു വേർഡാണ് ടൈയിങ് ദ നോട്ട്. ഈ ഇഡിയത്തിന്റെ അർത്ഥം മാരേജ് എന്നാണ്. ടൈയിങ് ദ നോട്ട് എന്ന വാക്കിന്റെ അർത്ഥം മാരേജ് എന്നാണ്. ബാച്ചിലർ, അൺമാരീഡ് മാൻ, കല്യാണം കഴിക്കാത്ത, വിവാഹം കഴിക്കാത്ത പുരുഷനെ നമ്മൾ ബാച്ചിലർ എന്ന് പറയുന്നു. വിവാഹം കഴിക്കാത്ത സ്ത്രീയെ, അൺമാരീഡ് വുമണിനെ നമ്മൾ സ്പിൻസ്റ്റർ എന്ന് പറയുന്നു. മോണോഗമി, മോണോ എന്ന വാക്കിന്റെ അർത്ഥം വൺ എന്നാണ്. ഗാമോസ്, ഗമി എന്നീ വാക്കുകളുടെ അർത്ഥം മാരേജ് എന്നാണ്. മാരേജ്. അപ്പോ വൺ മാരേജ്, ഒരാളെ മാത്രം വിവാഹം കഴിച്ചിരിക്കുന്ന അവസ്ഥ. ഒരു ഭാര്യയോ അല്ലെങ്കിൽ ഒരു ഭർത്താവോ മാത്രമുള്ള അവസ്ഥയ്ക്ക് നമുക്ക് മോണോഗമി എന്ന് പറയാം. വൺ മാരേജ് എന്ന് പറയാം. ബൈഗാമി, ബൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടു എന്നാണ്. ഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമോസ്, ഇതിന്റെ അർത്ഥം മാരേജ് എന്നാണ്. മാരേജ് എന്നാണ്. ടു മാരേജ്, ഒരേ സമയം രണ്ട് ഭാര്യമാരോ അല്ലെങ്കിൽ രണ്ട് ഭർത്താക്കന്മാരോ ഉള്ള അവസ്ഥയ്ക്ക് നമ്മൾ ബൈഗാമി എന്ന് പറയും. പോളിയാൻഡ്രി, പോളി എന്ന വാക്കിന്റെ അർത്ഥം മെനി എന്നാണ്, ധാരാളം, മെനി എന്നാണ്. ആൻഡ്രി എന്ന വാക്ക് ആൻഡ്രോ എന്ന വാക്കുമായി ബന്ധപ്പെട്ടതാണ്. ആൻഡ്രോ എന്ന വാക്കിന്റെ അർത്ഥം മാൻ എന്നാണ്. അപ്പോൾ മെനി മാൻ, ധാരാളം പുരുഷന്മാർ അല്ലെങ്കിൽ ധാരാളം ഭർത്താക്കന്മാരുള്ള അവസ്ഥയെ നമ്മൾ പോളിയാൻഡ്രി എന്ന് പറയും. അപ്പൊ പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ്. ആൻഡ്രോ എന്ന വാക്കിന്റെ അർത്ഥം മാൻ, പുരുഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. മാരേജുമായി ബന്ധപ്പെട്ട് PSC ഏകദേശം 22ഓളം വാക്കുകൾ പഠിക്കാനുണ്ട്. ആ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.